മഹാകവി ഉള്ളൂർ അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പാടി: സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു, അതങ്ങനെ നിറഞ്ഞു തന്നെ ആയുസ് പോക്കുന്നു അതാശ്ര നമ്മൾ. ജീവിതമായാൽ അത് സുഖിക്കാനുള്ളതാണ്, രസിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടുകൂടി ജീവിത സുഖങ്ങൾ തേടിയുള്ള ഒരു പരക്കം പാച്ചിലായി എൻ്റെ ജീവിതം മാറി. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന എപ്പിക്കൂറിയൻ ഫിലോസഫിയുടെ വക്താവായി ജീവിത സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നെട്ടോട്ടമായി എൻ്റെ ജീവിതം മാറി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ ഒരു ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനെ കാണുവാനായിട്ട് വന്നതാണ്. സാറിനെ കുറിച്ച് പറയുമ്പോൾ അനിൽ മാരാമൺ എന്നാണ് പേര്. മാർത്തോമാ സഭ വിശ്വാസിയാണ്. അതോടൊപ്പം തന്നെ ലോകമറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രസംഗകനാണ്. നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ ഈ സാറിൻ്റെ പ്രസംഗങ്ങളൊക്കെയും പലരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് സാറിൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. സാറേ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യാം. താങ്ക് യു. സാറ് സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പേര്, വീട്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഇവിടെ പരിചയപ്പെടുത്തിയ പോലെ അനിൽ മാരാമൺ എന്നറിയപ്പെടും. മാരാമൺ സ്വദേശിയാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് സാറിൻ്റെ? എൻ്റെ പിതാവും മാതാവും മരണമൊഴിയായ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. വൈഫ്, ഒരു മകൻ. അതെ. അപ്പോൾ സാർ ഇപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുവിശേഷ പ്രവർത്തനങ്ങൾ പ്രധാനമായും ക്രിസ്തീയ പ്രേക്ഷിത ശുശ്രൂഷയിൽ പങ്കാളിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മിഷണറി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനവും പ്രാർത്ഥനാപരമായ പിന്തുണയും നൽകുന്നു. വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ വചനധ്യാനത്തിനായി, പ്രാർത്ഥനയ്ക്കായും സഭാവ്യത്യാസമില്ലാതെ വിശ്വാസ സമൂഹം ഒരുമിച്ചുകൂടി അത്തരത്തിലുള്ള പ്രവർത്തനത്തിലും പങ്കാളിയായിരിക്കും. ഓക്കെ. അപ്പോൾ സാറ് ജനിച്ചു വളർന്നത് എവിടെയാണ്? ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ക്രിസ്തീയരായ മാതാപിതാക്കളുടെ ഏകമകനായി ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. മാതാപിതാക്കൾക്ക് ഞാൻ ഏകമകനായിരുന്നതിനാൽ സാമൂഹ്യപരമായും സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായി എന്നെ എത്രത്തോളം ഔന്നത്യത്തിലെത്തിക്കാമെന്നുള്ള ആഗ്രഹത്തോടുകൂടി എന്നെ സ്നേഹിച്ച എൻ്റെ പ്രിയ മാതാപിതാക്കൾ എൻ്റെ നന്നേ ചെറുപ്രായത്തിൽ തന്നെ ഒരു ബോർഡിംഗ് ഹോമിൽ എന്നെ ആക്കി. എപ്പോഴും എൻ്റെ മാതാപിതാക്കൾ അവരെ നൽകുന്ന ഉപദേശങ്ങളിലൂടെയൊക്കെ ക്രിസ്തീയ ആചാര മര്യാദകൾ അധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എന്നെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എൻ്റെ പ്രായത്തിൻ്റെ ഒരു പരിധിവരെ ഇത്തരമുള്ള കാര്യങ്ങളിൽ അർത്ഥം കണ്ടെത്തുവാൻ, അത്തരത്തിൽ ജീവിക്കുവാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് ചിന്തിക്കുവാൻ പ്രായമായപ്പോൾ ഈ ക്രിസ്തീയ മാർഗത്തിൽ നടമാടിയിരുന്ന അനാത്മീയ പ്രവണത ഈ ആത്മീക ലോകത്തോട് അമ്പയെ വിട പറയുവാൻ എന്നെ ഇടയാക്കി തീർത്തു. അങ്ങനെ പുതിയൊരു ചിന്താധാരയ്ക്ക് ഞാൻ ഉടമയായി തീർന്നത് മറ്റൊന്നായിരുന്നില്ല. മഹാകവി ഉള്ളൂർ അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പാടി: സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു, അതങ്ങനെ നിറഞ്ഞു തന്നെ ആയുസ് പോക്കുന്നു അതാശ്ര നമ്മൾ. ജീവിതമായാൽ അത് സുഖിക്കാനുള്ളതാണ്, രസിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടുകൂടി ജീവിത സുഖങ്ങൾ തേടിയുള്ള ഒരു പരക്കം പാച്ചിലായി എൻ്റെ ജീവിതം മാറി. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന എപ്പിക്കൂറിയൻ ഫിലോസഫിയുടെ വക്താവായി ജീവിത സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നെട്ടോട്ടമായി എൻ്റെ ജീവിതം മാറി. എങ്കിൽ പോലും എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസകാലം വളരെ നല്ല രീതിയിൽ എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എന്നും അധ്യാപകർക്ക് തലവേദന സൃഷ്ടിക്കുന്ന വിദ്യാർത്ഥി, സ്നേഹിതന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾക്ക് തുടക്കക്കാരനായ ഒരു സഹപാഠി, ഞാൻ പഠിച്ചിരുന്ന ബോർഡിംഗ് ഹോമിലൊക്കെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരനായ ഒരു അന്തേവാസി എന്നുള്ള നിലയിൽ ഒരു നല്ല റെക്കോർഡോടെയാണ് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസകാലം പൂർത്തിയാക്കിയത്. എങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കുന്നതുകൊണ്ട് എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് എനിക്ക് പ്രവേശിക്കുവാൻ സാവകാശം ലഭിച്ചു. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് മാതാപിതാക്കളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു ജീവിത സാഹചര്യമാണ് എനിക്ക് ലഭിച്ചത്. എനിക്ക് ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യം ആവോളം ആസ്വദിച്ചുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ടങ്ങളിൽ സഞ്ചരിച്ച് അവിടെയൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്തുവാനുള്ള സുവർണ അവസരങ്ങളായി ഈ ജീവിത സാഹചര്യങ്ങളെ ഞാൻ കണ്ടെത്തി.
ഈ കാലഘട്ടത്തിൽ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി സകലതും കരുതിയ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞാൻ എന്തുകൊണ്ടോ വെറുക്കുവാനായി തുടങ്ങി. അവരുടെ ഔദ്യോഗിക ജീവിത രംഗവുമായി ബന്ധപ്പെട്ട് എന്നിൽ നിന്നും അവർ വളരെ വിദൂരയിലാണെങ്കിൽ പോലും പലപ്പോഴും എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ, എൻ്റെ ജീവിതത്തെ ഏറ്റവും അർത്ഥപൂർണമാക്കുവാൻ, വിജയകരമാക്കുവാൻ തങ്ങളാൽ ആവോളം എന്നെ സ്നേഹിച്ച എൻ്റെ പ്രിയ മാതാപിതാക്കളെ എന്തുകൊണ്ടോ ഞാൻ വെറുക്കുവാനായി തുടങ്ങി. അവരിൽ നിന്നും സ്നേഹം കിട്ടുന്നതിനായുള്ള മിഥ്യാബോധം എന്നെ ഭരിക്കുവാൻ തുടങ്ങി. ഈ അവസരം സ്നേഹത്തിന് വേണ്ടി എൻ്റെ ചുറ്റുപാടുകളിലേക്ക് വരുതി. സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്ന ഒരുപറ്റം സ്നേഹിതന്മാരുടെ നടുവിൽ പുതിയൊരു ചിന്താധാര എൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നു. അത് മറ്റൊന്നായിരുന്നില്ല. സ്നേഹിക്കില്ലേ എന്നവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രം പാടിയ വയലാറിൻ്റെ ഈരടികൾക്ക് അർത്ഥം പറഞ്ഞ വിപ്ലവ പ്രത്യയശാസ്ത്രം എൻ്റെ ശ്രദ്ധ തിരുവാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ താലൂക്ക് ഭാരവാഹിത്വം വഹിച്ചുകൊണ്ട് സമത്വം, സ്വാതന്ത്ര്യം, സോഷ്യലിസം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ആർഷഭാരതത്തിൽ രക്തരൂക്ഷിതമായൊരു വിപ്ലവത്തിലൂടെ നൂതനമായ ഭാരതം കെട്ടിപ്പടുക്കുവാനുള്ള അടങ്ങാത്ത ആവേശത്തോടുകൂടെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് കലാപകലുഷിതമായ കലാലയ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അത്തരത്തിൽ വിപ്ലവകരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ മുമ്പോട്ട് വയ്ക്കുവാൻ തുടങ്ങി. അത്തരത്തിൽ ഞാൻ ജനിച്ചു വളർന്നത് ഒരു യാഥാസ്ഥിക ക്രിസ്ത്യൻ കുടുംബത്തിലാണെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്ന വിപ്ലവ പ്രത്യയശാസ്ത്രവും എൻ്റെ ഭവനത്തിൻ്റെ അന്തരീക്ഷമായി പൊരുത്തപ്പെടുവാൻ കഴിയാതെ വന്നപ്പോൾ എൻ്റെ ഭവനമായിട്ടുള്ള ബന്ധങ്ങൾ പോലും വിച്ഛേദിക്കുവാൻ ഞാൻ തയ്യാറായി. അത്രമാത്രം ഞാൻ വിശ്വസിച്ചിരുന്ന വിപ്ലവ പ്രത്യയശാസ്ത്രവുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുവാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്ത് ജീവിതത്തിന് ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുന്ന കാലയളവിൽ പാപിയായ ഏത് മനുഷ്യനെയും കാർന്നുനിന്ന ഒരു ശൂന്യതാബോധം എന്നെ ഭരിക്കുവാനായി തുടങ്ങി. എന്നിൽ നുറഞ്ഞുകൂടിയ ശൂന്യതാബോധത്തെ അകറ്റുവാൻ പല തിന്മയുടെ പ്രവണതകൾക്കും ഞാൻ വശതമാനമായി തീരുവാൻ തുടങ്ങി. എന്നാൽ അവയ്ക്കൊന്നും എൻ്റെ ശൂന്യതയുടെ ആഴം കുറയ്ക്കുവാൻ കഴിഞ്ഞില്ല. അനുദിനം എൻ്റെ ശൂന്യത വർദ്ധിച്ചു വന്നു. അത്തരത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുമ്പോട്ട് ചുവടുകൾ വയ്ക്കുന്ന കാലയളവിൽ ഞാനായിരുന്ന ജീവിത സാഹചര്യങ്ങളോടൊക്കെ വിട പറഞ്ഞ് എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങി വന്നു. ഭവനത്തിൻ്റെ ഒരു മുറിക്കുള്ളിൽ ആരുമായും ബന്ധമില്ലാത്തവനായി ഏകനായി ഞാൻ വിശ്രമിക്കുന്നതായിട്ടുള്ള സാഹചര്യം. എന്നിൽ ഉറഞ്ഞുകൂടിയ നൈരാശ്യബോധത്തെ അകറ്റുവാൻ കഴിയാതെ അത്തരത്തിൽ പരാജയ ഭീതിയോടെ ജീവിതത്തെ നോക്കിക്കാണുന്ന സാഹചര്യങ്ങൾ നടുവിൽ കേരളത്തിലെ പല സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലും എന്നോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച ഒരു ബഹുമാന്യ സ്നേഹിതൻ ആ സായാഹ്ന വേളയിൽ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. യേശുക്രിസ്തുവിലൂടെ താൻ അനുഭവിക്കുന്ന നിത്യമായ സന്തോഷം, സമാധാനം ഇവയെക്കുറിച്ച് വളരെ വാചാലനായി ആ സ്നേഹിതൻ എന്നോട് സംവദിക്കുവാൻ തുടങ്ങി. എന്നാൽ ഒരു ഭൗതികവാദിയായി, ഒരു യുക്തിവാദിയായ സ്നേഹിതൻ്റെ വാക്കുകളെ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ച് ഞാൻ വളരെ പരുക്കൻ വാക്കുകൾ കൊണ്ട് ആ സ്നേഹിതൻ്റെ വാക്കുകളെ ഞാൻ നേരിടുവാനായി ശ്രമിച്ചു. യേശുവിനെക്കുറിച്ചുള്ള വളരെ വികലമായ ചിന്താധാരകളോടെ ജീവിതത്തിൽ നോക്കിക്കണ്ട ഞാൻ ആ സ്നേഹിതൻ്റെ വാക്കുകൾക്ക് അല്പം പോലും വില കൽപ്പിക്കുവാൻ തയ്യാറായില്ല. അവസാനം ഞങ്ങളുടെ സമീപ പ്രദേശമായ കോഴഞ്ചേരിയിൽ അവിടെയുള്ള മർത്തോപ്പള്ളിയുടെ അങ്കണത്തിൽ നടക്കുന്ന ഒരു യുവജന സമ്മേളനത്തിലേക്ക് ആ ബഹുമാന്യ സ്നേഹിതൻ എന്നെ ക്ഷണിച്ചു. അല്പം വൈമനസ്യത്തോടെ ആണെങ്കിലും ആ സ്നേഹിതൻ്റെ സ്നേഹബുദ്ധിയുള്ള നിർബന്ധത്തിന് വഴങ്ങി ആ മീറ്റിങ്ങിലേക്ക് ഞാൻ കടന്നു ചെന്നു. മധ്യ തിരുവിതാംകൂർ പ്രദേശത്ത് എൻ്റെ ബഹുമാന്യരായ അനേക സ്നേഹിതന്മാരെ എനിക്കവിടെ കാണുവാൻ കഴിഞ്ഞു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ശാസ്ത്രയുഗത്തിൽ ഈ 20-ാം നൂറ്റാണ്ടിൽ സാമാന്യ വിദ്യാഭ്യാസമുള്ള, ആരോഗ്യമുള്ള, സാമ്പത്തിക ഭദ്രതയുള്ള ചെറുപ്പക്കാർക്ക് ലജ്ജയില്ലേ ഇത്തരത്തിലുള്ള ഒരു തരംതാണ മാർഗത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ചിന്തിച്ച് ആ മീറ്റിങ്ങിനെ വിമർശന ബുദ്ധിയ വീക്ഷിച്ചുകൊണ്ട് ആ മീറ്റിങ്ങിൻ്റെ അരികിൽ ഞാൻ ആയിരിക്കുന്നതായിട്ടുള്ള സാഹചര്യം. അവിടെ ഒരു ദൈവദാസൻ ദൈവന പ്രഘോഷത്തിനായി എഴുന്നേറ്റുന്നു. അദ്ദേഹം വളരെ വാചാലമായി ദൈവവചനം പ്രഘോഷിച്ചു. എന്നാൽ ആ സ്നേഹിതൻ്റെ വാക്കുകൾക്ക് അല്പം പോലും ചെവി കൊടുക്കുവാൻ തയ്യാറായില്ല. അവസാനമായി ആ സ്നേഹിതൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു കാലത്ത് കേരളക്കരയിൽ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ദൈവമെന്ന ശക്തിയോ വ്യക്തിയോ ഇല്ല എന്ന് പഠിപ്പിക്കുവാൻ ശ്രമിച്ച ആ ബഹുമാന്യ സ്നേഹിതൻ്റെ ജീവിതാനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരു തിരനോട്ടം നടത്തുവാൻ, പുനർവിചിന്തനത്തിന് എനിക്ക് അവസരം നൽകി. അങ്ങനെ എൻ്റെ ജീവിതത്തെ ഞാൻ വിലയിരുത്തുമ്പോൾ എൻ്റെ പരാജയത്തിൻ്റെ കാരണം എൻ്റെ പാപമാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. ആ രാത്രി ആരും നിർബന്ധിക്കാതെ ബഹുമാനമുള്ള അച്ഛന്മാർ ആശീർവാദം പറയുന്നതിന് മുമ്പായി ആ മീറ്റിങ്ങിൻ്റെ അവസാനമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, പാപം നിറഞ്ഞ, പരാജയം നിറഞ്ഞ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരതലങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ ശൂന്യതാബോധം മാറി. സകലത്തെയും നിറയ്ക്കുന്ന നിറവിൻ്റെ നിറവായി ക്രിസ്തുവിൻ്റെ നിർവാജ്യ സ്നേഹം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴതലങ്ങളിൽ നിറഞ്ഞു. ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ പരാജയ ഭീതി മാറി. വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് കരം പിടിച്ചുയർത്തുവാൻ കഴിയുന്ന
കരുത്തനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എൻ്റെ ജീവിതം പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ഓടിക്കുവാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അത് അവാച്യമാണ്, അവർണ്ണനീയമാണ്. ഞാൻ പറയുന്ന പ്രത്യയശാസ്ത്രത്തെയോ ഞാൻ പറയുന്നതായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളെയോ നിങ്ങൾക്ക് മറ്റൊരു വാദവും കൊണ്ട് നേരിടുവാൻ കഴിയും. എന്നാൽ എൻ്റെ അനുദിന ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ആർക്കും നിഷേധിക്കുവാൻ കഴിയില്ല. അപ്പോൾ ഈ സാർ ഇത് എത്രാമത്തെ വയസ്സിലാണ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്? എൻ്റെ 18ാമത്തെ വയസ്സ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ. അതിനുശേഷം സാറ് ഈ ക്രിസ്തീയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അല്ലേ? അതിനുശേഷം പുല്ലാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്തീയ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു നേതൃത്വ നിരയിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, താലന്തുകൾ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷയെ ആരംഭിച്ചു. അവരുടെ പ്രോത്സാഹനവും പിന്തുണയും കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ശുശ്രൂഷയ്ക്ക് വളരെ പ്രോത്സാഹനജനകമായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഒരു പൂർണ്ണ സമയം ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. ദൈവം എനിക്ക് തരുന്ന ജോലിയോടുള്ള ബന്ധത്തിൽ ദൈവരാജ്യത്തിൻ്റെ വേലയിൽ പങ്കാളിയാകണമെന്നുള്ള ആ ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ ഞാൻ ജീവിച്ചു. എന്നാൽ 1993 ദൈവത്തിൻ്റെ ഇമ്പശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങുകയും ഭവനത്തിലുള്ള വലിയ എതിർപ്പുകളെ ഒക്കെ അതിജീവിച്ച് പൂർണ്ണ സമയം ദൈവ വേലയ്ക്കായി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ യുവജനങ്ങളുടെ ഇടയിലും ക്രിസ്തീയ പ്രേക്ഷിത ശുശ്രൂഷയിലും ഒരു പൂർണ്ണ സമയം ശുശ്രൂഷകനായി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. ഇപ്പോൾ സാറിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഏതൊക്കെ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച്? പ്രധാനമായും ഞാൻ ക്രിസ്തീയ വചന ശുശ്രൂഷയിൽ പൂർണ്ണമായും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. വിശേഷിയ പ്രത്യേകം ക്രമീകരിക്കപ്പെട്ട സ്ഥലങ്ങളിലും ദൈവം അയക്കുന്ന സ്ഥലങ്ങൾ, കേരളത്തിലും ഭാരതത്തിൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിലും ദൈവം അയക്കുന്ന മറ്റിതര സ്ഥലങ്ങളിലുമൊക്കെ ദൈവന ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ, അനേകരെ യേശു കർത്താവുമായിട്ടുള്ള ആളത്തെ ബന്ധത്തിലേക്ക് ആകർഷിക്കുവാൻ ദൈവവചനത്തിലൂടെ കഴിഞ്ഞ നാളുകളിൽ ദൈവകൃപയാൽ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല യുവജനങ്ങളുടെ ഇടയിൽ അവരോടൊപ്പം ദൈവവചനത്തിലൂടെ അവരെ അഭിമുഖീകരിക്കുവാനും എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ അവരെ ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ സ്നേഹത്തിലേക്ക് ആകർഷിക്കുവാനും കഴിഞ്ഞ നാളിൽ കഴിഞ്ഞിട്ടുണ്ട്. അനേക ക്രിസ്തീയ ഗാനങ്ങൾ രചിക്കുവാനും മറ്റ് സ്നേഹിതന്മാരാൽ ആ ഗാനങ്ങളൊക്കെ ഈണം പകർന്ന് ആ ക്രിസ്തീയ ഗാന ശുശ്രൂഷയിലും ദൈവം തന്ന കഴിവുകൾക്ക് അനുസരിച്ച് പങ്കാളിയാകുവാനും എനിക്ക് അവസരം ലഭിച്ചു. സാർ എഴുതിയ പാട്ടുകളൊക്കെ ഏതൊക്കെയാണ്? സാർ എഴുതിയ അതിൻ്റെ 1-2 പാട്ടുകളൊന്ന് പറയാമോ? ഏതൊക്കെയാണ്? ആരംഭമായി ഞാൻ എഴുതിയ ഗാനം എന്ന് പറയുന്നത്, പൂർണ്ണ സമയം ദൈവവേലയ്ക്കായി ദൈവം എന്നെ വിളിക്കുമ്പോൾ പ്രാർത്ഥനാനിരതമായി ഇരുന്ന ആ നീണ്ട ദിവസങ്ങൾ, ആ പ്രാർത്ഥനയുടെ ദിവസങ്ങൾ അവസാനിക്കുന്നതായിട്ടുള്ള ദിവസം, ഏകദേശം 3 മണിയോട് അടുക്കുന്നതായിട്ടുള്ള സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഹൃദ്യമായി ഇടപെടുവാൻ തുടങ്ങി. അന്നാദ്യമായി ആണ് ഞാൻ സ്വന്തമായി ഒരു ഗാനം എഴുതുന്നത്. എൻ്റെ സമീപത്തുണ്ടായിരുന്ന ഒരു പേപ്പറിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പേന ഉപയോഗിച്ച് പരിശുദ്ധാത്മ പ്രേരണയാൽ ഞാൻ ദൈവത്തോട് ചോദിച്ച, പൂർണ്ണസമയം ദൈവവേലയ്ക്കായി എന്നെ വിളിച്ച ദൈവത്തോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുത്തരമായി ദൈവം ഒരു ഗാനത്തിലൂടെ ആ ഉത്തരം എനിക്ക് നൽകി. നിത്യസ്നേഹത്താൽ നീ എന്നെ സ്നേഹിച്ചു, നിത്യജീവൻ എനിക്കായി ഏകിയതാൽ നിത്യവും ഞാൻ പാടുമേ നിസ്തുലന യേശുവിനായി. ആ പാട്ടിന് സംഗീതം നൽകിയത് പ്രശസ്തനായ സംഗീതജ്ഞൻ മാവേലിക്കര രാജുവാണ്. ആ ഗാനം കൊട്ടാരക്കര കൺവെൻഷനിലും കൊട്ടാരക്കര മർത്തോമ കൺവെൻഷനിലും മറ്റ് ഇതര ഗോസ്പൽ ബെൽസ് എന്ന് പറയുന്ന ടീം ഇറക്കിയതായിട്ടുള്ള CD-യിലും കാസറ്റിലുമൊക്കെ ആ ഗാനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശാന്തിപുരം കൺവെൻഷനിലും ആ പാട്ടിൻ്റെ വരികൾ ശാന്തിപുരം കൺവെൻഷൻ്റെ കാസറ്റിലും ആ ഗാനം വന്നിട്ടുണ്ട്. നിത്യസ്നേഹത്താൽ നീ എന്നെ സ്നേഹിച്ചു, നിത്യജീവൻ എനിക്കായി
നൽകിയതാ നിത്യവും ഞാൻ പാടുമേ. നിസ്തുലനാ എൻ യേശുവിനായി നിത്യവും ഞാൻ പാടുമേ. നിസ്തുലനാ എൻ യേശുവിനായി. പിന്നീട് ഏതൊക്കെ പാട്ടുകളാണ് സാർ എഴുതിയിട്ടുള്ളത്? പിന്നീട് പ്രധാനമായും തിരുവല്ലായിൽ നടക്കുന്ന ശാന്തിപുരം കൺവെൻഷൻ, ബഹുമാനീയനായ സി മുരസച്ചൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രശസ്തമായ ശാന്തിപുരം കൺവെൻഷൻ്റെ ആദ്യത്തെ കാസറ്റ്, അത് ആ കാസറ്റിന് വേണ്ടിയുള്ള ഏകദേശം മുഴുവൻ പാട്ടുകളും ഞാൻ എഴുതിയതും എൻ്റെ സ്നേഹിതന്മാർ ഈണം നൽകിയിട്ടുള്ളതുമാണ്. വാക്കുമാറാത്തവൻ, വാഗ്ദത്തം തന്നവൻ, വല്ലഭൻ, നല്ലവൻ, മതിയായവൻ എന്ന് പറയുന്നതായിട്ടുള്ള ഗാനം. അങ്ങനെ യേശുവിൻ വിളിയെ ശ്രവിച്ചിടുമോ, നിൻ ഹൃദയം അവനായി നൽകിടുമോ. അങ്ങനെ അവസാനമായി എഴുതിയ മറ്റൊരു ഗാനമാണ്. മാരാമൺ കൺവെൻഷന് വേണ്ടി എഴുതിയ ഗാനമായിരുന്നുവെങ്കിലും കൃത്യസമയത്ത് അത് നൽകാൻ കഴിയാഞ്ഞതുകൊണ്ട് അവിടെ അതിൽ നൽകാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിൽ പോലും മറ്റൊരു, എന്നെ കാണുന്ന ദൈവമേ, എന്നെ അറിയുന്ന ദൈവമേ, എന്നെ നടത്തുന്ന ദൈവമേ, നീ എന്നും മതിയായവൻ എന്നുള്ള മനോഹരമായ ഗാനം ആദ്യമായി ഒരു ഗാനം ട്യൂൺ ചെയ്യുവാൻ, ആ ഗാനത്തിൻ്റെ സംഗീതത്തോടൊപ്പമാണ് ദൈവം ഈ വരികൾ എനിക്ക് നൽകിയത്. അപ്പോൾ അങ്ങനെ അനവധി പാട്ടുകൾ ക്രിസ്തീയ സമൂഹത്തിന് സാറ് നൽകിയിട്ടുണ്ട്. അത് പലരും പല സഭകളിലും കൺവെൻഷനിലൊക്കെ പാടി ആരാധിക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ സാറ് പ്രധാനമായിട്ടും വചന ശുശ്രൂഷയാണ് സാറിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു. പിന്നീട് ഈ നോർത്ത് ഇന്ത്യയൊക്കെ കേന്ദ്രീകരിച്ച് എന്ത് പ്രവർത്തനങ്ങളാണ് സാർ ചെയ്യുന്നത്? നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യണമെന്നായിരുന്നു ദൈവം എന്നെ വിളിച്ചപ്പോൾ എനിക്കതിയായ ആഗ്രഹം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുത്തെ വചനത്തിലൂടെ എന്നോട് ഇടപെട്ടു. അവ്യക്തമാക്കും തടിച്ച നാവുള്ള ജാതികളുടെ ഇടയിലേക്കല്ല, ഇസ്രായേൽ ഗ്രഹത്തിന് തന്നെ ഞാൻ നിന്നെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നുള്ള ദൈവവിളി അംഗീകരിച്ച് കേരളത്തിൽ ദൈവജനത്തിൻ്റെ ഇടയിലുള്ള ആത്മീക ഉണർവിനായിട്ടും ദൈവജനത്തെ ദൈവവേലയ്ക്കായി ഒരുക്കുന്നതായിട്ടുള്ള ആ വലിയ ശുശ്രൂഷയെക്കുറിച്ചുള്ള വലിയ ദാഹം എൻ്റെ അന്തരാത്മാവിനെ ഭരിച്ചതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ അനേക സ്ഥലങ്ങളിൽ സഞ്ചരിക്കുവാൻ കഴിഞ്ഞപ്പോൾ അവിടെ സപ്പോർട്ടില്ലാതെ ദൈവവേലയിൽ ദൈവ വിളി കേട്ട് സ്വയം ഇറങ്ങിത്തിരിച്ച് അനേകരെ പരിചയപ്പെടുവാൻ എനിക്ക് ഇടയായിരുന്നു. അവരുടെ ദൈന്യതയും കഷ്ടതയും അവർ ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി സഹിക്കുന്ന നിന്ദകളും പരിഹാസങ്ങളും ഇല്ലായ്മകളും ഒക്കെ കണ്ട് മനസ്സിലാക്കിയപ്പോൾ അവരുടെ വേലയിൽ അവരെ പിന്തുണയ്ക്കണമെന്നുള്ള, അവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുള്ള വലിയൊരു ആഗ്രഹം അന്തരാത്മാവിലൂടെ ഉടക്കുകയും അങ്ങനെയുള്ള ആരാലും അറിയപ്പെടാത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുവാനുള്ള വലിയ ഭാരം ഉള്ളിലുണ്ടാകുകയും ഞാനും എൻ്റെ മറ്റ് ആത്മീയ സഹോദരങ്ങളും ചേർന്ന് വലിയ പ്രചാരണമോ മറ്റും അത്തരത്തിലുള്ള സാമ്പത്തിക ഡ്രൈവോ നടത്താതെ ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ള സാമ്പത്തിക ആഹ്വാനങ്ങളോ നടത്താതെ വ്യക്തിപരമായ നിലയിലും അല്ലാതെയും സുഹൃത്തുക്കളും സ്നേഹിതരും അവരുടെ മക്കളും ഒക്കെ സഹായിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യുവാനുള്ള വലിയ അവസരം ദൈവം എനിക്ക് തന്നു. അത്തരത്തിലുള്ളൊരു ശുശ്രൂഷയിലും ആ പ്രവർത്തനങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് അല്ലാതെ നടന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും ക്രമീകൃതമായ നിലയിൽ നടത്തുവാൻ ദൈവം കൃപയാൽ സഹായിക്കുന്നു. സാറിൻ്റെ ഇത്രയും നാളത്തെ ആ ജീവിതാനുഭവത്തിൽ ദൈവം അത്ഭുതകരമായി എന്നെ വഴി നടത്തി, അല്ലെങ്കിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് കേൾക്കുന്ന ആളുകൾക്ക് ഒരു ഉത്സാഹത്തിന് വേണ്ടി, അവരുടെ ആ വിശ്വാസം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി സാർ ഇത്രയും നാൾ പോയ സ്ഥലങ്ങളൊക്കെ പ്രസംഗിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും വിടുതൽ ശുശ്രൂഷയൊക്കെ ചെയ്യുകയും ചെയ്തത്. അതിൽ നിന്ന് ഒന്ന് രണ്ട് അനുഭവങ്ങളൊന്ന് പറയാം. ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ പങ്കുവെക്കാനുണ്ട്, വ്യക്തിപരമായ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും. ദൈവം എന്നെ വിളിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള, സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രത്യേകമായ നിയോഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അന്തരാത്മാവിൽ നൽകി. അങ്ങനെ അനേക സമയങ്ങൾ
ദേശത്തിനു വേണ്ടി, ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടിയും ആഗോള സുവിശേഷീകരണത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുവാനുള്ള അവസരം, മറ്റ് ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, രോഗമനുഭവിക്കുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ അനന്തരഫലമായി അനേകർക്ക് ദൈവം അത്ഭുതകരമായി വിടുതൽ നൽകുന്നത് എനിക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രൊപ്പഗണ്ട നൽകുന്നത് എൻ്റെ ഒരു ആത്മീക ചിന്താഗതിക്ക് വിപരീതമായൊരു ചിന്തയായതുകൊണ്ട് അത്തരത്തിൽ വലിയ പ്രസിദ്ധീകരണം നൽകാതെ ഇത് ദൈവനാമമഹത്വത്തിന് വേണ്ടി മാത്രം ആ കാര്യങ്ങളെ കണ്ട് അത്തരത്തിൽ വിലയിരുത്തുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ നാളുകളിൽ ദൈവം എൻ്റെ വ്യക്തിപരമായി, ഞാൻ ക്രിസ്ത്യ ജീവിതത്തിൽ ഇറങ്ങുമ്പോൾ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നില്ല. ഭാവി എങ്ങനെയാകും, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ഏകമകനായ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ നിർവഹിക്കുമെന്നുള്ള വലിയ ഭാരം, ചിന്ത, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നെ അലർട്ട് ചെയ്തിരുന്നു. ദൈവം എന്നെ വിളിച്ച സമയങ്ങളിൽ എന്നോട് പറഞ്ഞിരുന്നത് പോലെ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് വരെയും ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോയി കൈനീട്ടാതെ, ആരോടും എൻ്റെ ആവശ്യങ്ങൾ പറയാതെ, ഞാൻ നടത്തുന്ന മീറ്റിങ്ങുകളിലൊക്കെ, അപ്പോൾ തിരുവല്ല കേന്ദ്രമാക്കി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മണി മുതൽ 1 മണി വരെയുള്ള തിരുവല്ല YWCA ഹാളിൽ വചനധ്യാനവും പ്രാർത്ഥനയും നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മീറ്റിങ്ങുകളൊന്നും ഒരു തരത്തിലുള്ള പ്രസ്താവനയും നടത്താതെ, സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള യാതൊരു പ്രൊപ്പഗണ്ടയും ചെയ്യാതെ തന്നെ ദൈവം അത്ഭുതകരമായി ഈ ശുശ്രൂഷയും ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളെയും ഒക്കെ ദൈവം വിളിച്ച ദൈവം വിശ്വസൻ, ആ ദൈവം മതിയായവനെന്നുള്ള വലിയ ബോധ്യത്തോടെ കാര്യങ്ങളെ നടത്തുവാൻ ദൈവം തൻ്റെ കരുതലിൻ്റെ കരം നീട്ടുന്നു. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഈ സാറിന് പറയാനായിട്ടുണ്ട്. കാരണം മാർത്തോമാ സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള സഭകളിലൊന്നാണ്. അതുമാത്രമല്ല, മാർത്തോമാ സഭയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് മിഷൻ പ്രവർത്തനങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ നടക്കുന്നത് മാരാമൺ ഇല്ലാണ്. അപ്പോൾ ആ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുവാനും ക്ലാസ്സുകൾ എടുക്കുവാനും യുവജനങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുവാനൊക്കെ വലിയ അവസരങ്ങളുണ്ട്. അപ്പോൾ ഈ അവസരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് താൻ വലിയൊരു ശുശ്രൂഷ ചെയ്തെടുത്തു. ഇപ്പോൾ ജീവിതത്തിൽ 100 അനുഭവങ്ങൾ അദ്ദേഹത്തിന് പറയാനായിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും വചന ശുശ്രൂഷ, പിന്നീട് പാട്ടുകൾ എഴുതും, ഒരുപാട് ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നോർത്ത് ഇന്ത്യയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സുവിശേഷകന്മാർക്കും ആ മിഷൻ ഫീൽഡുകളെ സപ്പോർട്ട് ചെയ്യുക, അത് മറ്റാരോടും ഒരു ആഹ്വാനം ചെയ്യാതെ പ്രാർത്ഥനയിലൂടെ മാത്രം അത് ചെയ്തെടുക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇനി എന്താണ് സാറിന് ഒരു പ്ലാൻ, എന്താണ് ഇനി തുടർന്ന് ഒരു പദ്ധതികൾ എന്തൊക്കെയാണ് സാർ തയ്യാറാക്കിയിരിക്കുന്നത്? കഴിഞ്ഞ നാളുകളിൽ മാർത്തോമാ സഭയോടുള്ള ബന്ധത്തിൽ ചേർന്ന് നിന്നാണ് മറ്റ് സഭേതരമായ നിലയിൽ മിക്കവാറും എല്ലാ സഭയിലും പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അത്തരത്തിൽ പ്രസംഗിക്കുവാൻ അവസരം ലഭിച്ച ചുരുക്കം ചില സുവിശേഷകരിൽ ഒരാളാണ് ഞാൻ. കഴിഞ്ഞ നാളുകളിൽ മാർത്തോമാ സഭയുടെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സഭയുടെ ഭദ്രാസന കൗൺസിൽ അംഗമായി, ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി പ്രസ്ഥാനമായ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗമായി നീണ്ട 15 വർഷക്കാലം പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നീണ്ട 4.5 വർഷം മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ട്രഷറായി മാരാമൺ കൺവെൻഷൻ്റെ നേതൃത്വ നിരയിൽ അതിൻ്റെ കൺവീനറായും ഒക്കെ പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകുന്നു. ലോകപ്രശസ്തമായ മാരാമൺ കൺവെൻഷനിൽ നീണ്ട 4.5 വർഷക്കാലം അതിൻ്റെ പ്രധാന പ്രവർത്തകനായി നേതൃത്വം നൽകുവാൻ, അതിൻ്റെ ഫിനാൻസ് കൺവീനറായി ട്രഷറായി ഒക്കെ പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, മാർത്തോമാ സഭയിലെ കൺവെൻഷൻ പ്രസംഗരുടേതായിട്ടുള്ള ഒരു സംഘടനയുണ്ട്, മാർത്തോമാ കൺവെൻഷൻ സ്പീക്കേഴ്സ് അസോസിയേഷൻ. അതിൻ്റെ സെക്രട്ടറിയായി നീണ്ട 8 വർഷക്കാലം പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അങ്ങനെ സഭയിലെ അഭിമന്യ തിരുമേനിമാർ, വൈദിക ശ്രേഷ്ഠന്മാർ, അതുപോലെ സഭയിലെ സുവിശേഷകരൊക്കെ എൻ്റെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ
പ്രോത്സാഹനം മറ്റിതര സഭകളിലെ സുവിശേഷകർ, വൈദികർ, അവിടെയുള്ള സഭ ആത്മായ നേതൃത്വമൊക്കെ എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷയിൽ വളരെയേറെ പ്രോത്സാഹനം തന്ന് ഈ ശുശ്രൂഷയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം എന്ന് പറയുന്നത് ഭാരത സുവിശേഷീകരണം സാധ്യമാക്കി തീർക്കുക, ആഗോളപരമായ സഭകളുടെ ഉണർവിനായി നിലകൊള്ളുക, അത്തരത്തിൽ സഭാ മക്കൾ തമ്മിലുള്ള ഐക്യത സാധ്യമാക്കി തീർത്ത് ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനാ ശൃംഖലയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഉണർവ് സാധ്യമാക്കി തീർക്കുക എന്നുള്ള വലിയ വെല്ലുവിളിയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതെ, ഈ നാളുകളിൽ സഭാ വ്യത്യാസമില്ലാതെ എല്ലാ സഭകളും ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രവർത്തനം അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ ആവശ്യകത എന്താണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ? ഇപ്പോൾ കത്തോലിക്ക സഭകൾ മുതൽ പെന്തക്കോസ്റ്റൽ സഭകൾ വരെ ഒരു ഐക്യതയുടെ പാതയിലേക്ക് വരണം എന്ന് സാറ് പറയാനായിട്ടുള്ള കാരണം എന്താണ്? ഇപ്പോൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്? ഇപ്പോൾ ഭാരതത്തിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ക്രിസ്തു വിരുദ്ധമായ സംഘടനകൾ ഉയർത്തുന്ന ശക്തമായ വെല്ലുവിളിയുടെ നടുവിൽ ഒരേ യേശുവിനെ ആരാധിക്കുന്ന സഭകൾ തമ്മിൽ ആശയപരമായിട്ടുള്ള വൈജാത്യം ഉണ്ടെങ്കിൽ തന്നെയും യോജിക്കാവുന്ന മേഖലകളിൽ, വിശേഷിച്ച് സുവിശേഷീകരണത്തിൻ്റെ മേഖലയിൽ യോജിക്കേണ്ടത് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും അതത് സ്ഥലത്തുള്ള ക്രിസ്തീയ സഭകൾ ഒരുമിച്ച്, അവിടുത്തെ ലീഡേഴ്സ് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ഭാരതത്തിൻ്റെ സുവിശേഷീകരണത്തിനായി, ഭാരതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉണർവിനായി ഒത്തുചേരേണ്ടത് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു ഐക്യത, വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ പോലും യേശു പറഞ്ഞു, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് സഭകൾ തമ്മിലുള്ള ഐക്യത. എങ്കിൽ മാത്രമേ നമ്മുടെ ഇടയിലുള്ള വിഭാഗീയത, ഇവിടെ ഹൈന്ദവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ഏത് സഭയിലേക്കാണ് ഞങ്ങൾ വരേണ്ടത്, ഏത് ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്? അത്തരത്തിൽ നമ്മുടെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തുമ്പോൾ ഡയറക്റ്റ് ഇവാഞ്ചലിസം, നേരിട്ടുള്ള ഇവാഞ്ചലിസം സുസാധ്യമല്ലാത്ത ഈ കാലഘട്ടത്തിൽ ഓരോ സ്ഥലത്തും ക്രിസ്തു സാന്നിധ്യമായി നമുക്ക് തീരാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ നിർവ്യാജ സ്നേഹത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് ഇടയായിത്തീരേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സാറ് പറയുന്നത്, നമ്മുടെ ഭാരതത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരു ക്രിസ്തീയ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ക്രിസ്ത്യാനികളോട് ഒരു നല്ല സമീപനമല്ല പല സ്ഥലങ്ങളിലും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സഭകളും ഐക്യതയോടെ നിന്നുകൊണ്ട് ഒരു കൂട്ടായ്മ വേണം അതാത് സ്ഥലങ്ങളിൽ. അതിനെ ഐക്യ ക്രിസ്തീയ കൂട്ടായ്മ എന്നോ ഒക്കെ ഒരു പേരിട്ടുകൊണ്ട് അങ്ങനെ ഒരു മീറ്റിംഗ് വേണം. അതിലുപരിയായി എല്ലാവരും ഒന്നിച്ചു ചേർന്നിരുന്ന് ഒരു പ്രാർത്ഥന ആവശ്യമാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭാരതത്തെ സുവിശേഷീകരിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ എന്ന് ആണ് ഇപ്പം സാറ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുമാത്രമല്ല, തുടർന്നുള്ള തൻ്റെ ജീവിതത്തിലെ ഭാരത സുവിശേഷീകരണത്തിന് എന്തും ചെയ്യുവാനുള്ള ഒരു താല്പര്യമാണ് ഇപ്പോൾ സാറ് പ്രകടിപ്പിക്കുന്നത്. പൊതുവെ നമ്മുടെ വിശ്വാസ സമൂഹത്തോട് എന്താണ് സാറിനൊരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി ഏറ്റവും ഫലകരമായ ഒരു ക്രിസ്തീയത നയിക്കുവാൻ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുകയാണ്. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഗോഡ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഡിവോട്ടീസ്, ഹി ഈസ് ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ഡിസൈപ്പിൾസ്. ദൈവം ഒരിക്കലും ധ്യാനാത്മകമായ ജീവിതം നയിക്കുന്ന, അല്ലെങ്കിൽ വെറുതെ ക്രിസ്ത്യാനി എന്നുള്ള നാമധേയം ധരിച്ച ആൾക്കാരെ അല്ല ദൈവം ആഗ്രഹിക്കുക. അതിലുപരിയായി യേശുവിനെ അനുഗമിക്കുന്ന അനുഗാമികളായി ശിഷ്യന്മാരെന്നുള്ള നിലയിൽ ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തിലേക്കുള്ള വളർച്ച ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. ഈ ദൈവിക നിയോഗം തിരിച്ചറിഞ്ഞ് ഫലം കായ്ക്കുന്ന ക്രിസ്ത്യാനികളായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, നമുക്കെല്ലാവർക്കും
ഭാരത സുവിശേഷീകരണത്തിനായി ഭാരത ഗ്രാമങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഭാരത സുവിശേഷീകരണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയും. സമയം വേർതിരിച്ച് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആഗോള ഉണർവിന് വേണ്ടി ഭാരതത്തിൽ ദൈവം വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ആ വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശ്വാസ സമൂഹം അടുത്തടുത്ത ഭവനങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരം കണ്ടെത്തേണ്ടത് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു ആവശ്യകതയാണ്. ഈ ആവശ്യകത നാം തിരിച്ചറിഞ്ഞ് പരസ്പരം സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും ക്രിസ്തീയ സാക്ഷ്യം സാർത്ഥകമാക്കുന്ന ഒരു ആത്മീക ജീവിതത്തിൻ്റെ അനുഭവക്കാരായി തീരുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അത്തരത്തിൽ ക്രിസ്തുവിൻ്റെ നിർവ്യാജ സ്നേഹത്തിൻ്റെ, നിസ്തുല്യ സ്നേഹത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായും പ്രാർത്ഥിക്കും. സാറേ, ഈ നമ്മുടെ ഈ കേരളത്തിലൊക്കെ മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, ഇതിൻ്റെയൊക്കെ ഒരു ലഹരിയുടെ ഒരു അടിമത്തത്തിലേക്ക് നമ്മുടെ ഈ യൗവനക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ശക്തമായി വളരുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ യുവജനങ്ങളോട്, അല്ലെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊക്കെ മോചിപ്പിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മുടെ കുട്ടികളെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറപ്പിച്ച് വളർത്തുവാൻ എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? അതിൽ മാതാപിതാക്കളുടെ പങ്കെന്താണ്? അതോടൊപ്പം തന്നെ നമ്മുടെ വൈദികരുടെയും സുവിശേഷകരുടെയും പങ്ക് എന്താണ് എന്ന് എന്താണ് സാർ ജനത്തെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? പ്രിയ സ്നേഹിതൻ പറഞ്ഞ കാര്യം ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇന്ന് അനേക കുടുംബങ്ങളിൽ ചെറുപ്പക്കാർ യേശുക്രിസ്തുവുമായിട്ടുള്ള ആളത്തെ ബന്ധമില്ലാതെ വളരെ തങ്ങൾ ജീവിക്കുന്ന പഠിക്കുന്ന കലാലയങ്ങളിലൊക്കെ വളരെ വഴിതെറ്റിയ ജീവിതം നയിക്കുന്നതായി മനസ്സിലാക്കുവാൻ കഴിയും. ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഉപദേശം, മാർഗദർശനം കൃത്യസമയത്ത് കിട്ടാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ യൗവനക്കാരെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിലെ സഭകളും സഭാ നേതാക്കന്മാരും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം അമ്പെ പരാജിതരായിരിക്കുന്നു. യൗവനക്കാരെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ നാം അമ്പെ പരാജയമായി തീർന്നു എന്ന് പറയുന്നത് ഒരു നഗ്ന സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ സുവിശേഷീകരണം എന്തെങ്കിലും കിട്ടുന്ന സമൂഹത്തിൻ്റെ നടുവിൽ ആയിത്തീരാതെ ഈ ഭാവി തലമുറ എന്നുള്ള നിലയിൽ യൗവനക്കാരെ അഭിമുഖീകരിക്കുവാനും അവരെ അർത്ഥവത്തായ ജീവിതത്തിലേക്ക് നയിക്കുവാനുമായിട്ടുള്ള കാലോചിതമായ സുവിശേഷ പ്രവർത്തനങ്ങൾ, യൗവനക്കാരോട് ആകർഷിക്കത്തക്ക നിലയിലുള്ള സുവിശേഷീകരണ പദ്ധതികൾ ആവിഷ്കരിച്ച് അവരെ മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റിതര സാമൂഹ്യ തിന്മകൾക്ക് അവർ അടിമകളാകാതെ അർത്ഥവത്തായ ജീവിതം അവരുടെ യൗവനപ്രായത്തിൽ തന്നെ രൂപപ്പെടുത്തത്തക്ക രീതിയിൽ അവരെ പാകപ്പെടുത്തുവാനുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ച് എല്ലാ ക്രൈസ്തവ സഭകളും പ്രസ്ഥാനങ്ങളും നടപ്പാക്കേണ്ടതും അതിനായിട്ടുള്ള കാലോചിതമായ പരിശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവസാനമായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂവിൽ എന്തെങ്കിലും ഇനി കാര്യങ്ങൾ സാറിന് പൊതുജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യമുണ്ടോ? ഇപ്പോൾ ഞാനിപ്പോൾ സാറിനോട് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങളോട് ഇതിൻ്റെ അകത്തൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് സാർ ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടോ സുവിശേഷ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പൊതുജനം അറിയണം എന്നാഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സാറൊന്ന് കൂട്ടിച്ചേർക്കാം. ഇത്തരമുള്ള വേദികളിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വ്യക്തിപരമായ ഒരു കാര്യങ്ങളും പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഭാരത സുവിശേഷീകരണത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവജനം ആഗ്രഹിക്കുന്ന ആ ഉണർവ് സംഭവിക്കുവാൻ ദൈവജനത്തിൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷയിലും നിങ്ങളുടെ പ്രാർത്ഥനാപരമായ പിന്തുണയാണ് ഇത്തരമുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും അത്യന്തം ആവശ്യമായിട്ടുള്ളത്. ഇവിടെ ഭൗതികമായ നന്മകളോ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയല്ല ക്രിസ്തീയ ശുശ്രൂഷ. മറിച്ച് അത് വിശ്വാസത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഏറ്റവും ഫലകരമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ വീരന്മാർ വീണുപോയ ഈ പോർക്കളത്തിൻ്റെ നടുവിൽ
ഏറ്റവും വിശുദ്ധിയോടെ ഈ ദൈവിക ശുശ്രൂഷ നിർവഹിക്കുവാൻ, ഏറ്റവും ഫലകരമായ രീതിയിൽ ഈ ശുശ്രൂഷ നൽകിക്കുവാൻ എല്ലാ ദൈവജനത്തിൻ്റെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ എന്തായാലും സാർ ഇത്രയും സമയം സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ. ഭാരത സുവിശേഷീകരണത്തിന് കൈകോർക്കുവാൻ ഞാനും തയ്യാറാണ്. നമുക്ക് ഒരുമിച്ച് ദൈവനാമം മുഖത്തപ്പെടുത്താം. ദൈവം സാറിനെ സഹായിക്കട്ടെ. ഇത്തരത്തിൽ ഒരു അവസരമൊരുക്കിയ സാജു തോമസിനോടും ഗോസ്പൽ TV UPയോടും എൻ്റെ വ്യക്തിപരമായ നിലയിലും കേരളത്തിലെ ദൈവജന സമൂഹത്തിൻ്റെ പേരിലും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം